ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ 28ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വേർഡ്സുകളാണ്. എന്ന് വെച്ചാൽ വൊക്കാബുലറി. കാരണം നമ്മുടെ കയ്യിൽ വൊക്കാബുലറി വേർഡ്സ് ഇല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട വേർഡ്സുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൺ ബൈ വൺ നോക്കാം, ഓരോന്നായി നോക്കാം. നമ്മുടെ ആദ്യത്തെ വേർഡ്സ് ആണ് എന്താണ്? ഗ്രാജുവലി. ഗ്രാജുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോലി നമ്മൾ പറയാറില്ലേ, ഐ ആം ഇംപ്രൂവിങ് മൈ ലാംഗ്വേജ്. ഞാൻ എൻ്റെ ഭാഷ ലാംഗ്വേജ് വെല്ലെ ഇമ്പ്രൂവ് ആക്കുന്നുണ്ട് അല്ലേ. അപ്പം പറയാം, നമ്മൾ പറയും സ്ലോലി എന്ന് പറയരുത്. അതിന് പകരം പറയണം ഗ്രാജുവലി. എന്താണ് ഗ്രാജുവലി? ഐ ആം ഇംപ്രൂവിങ് മൈ ലാംഗ്വേജ് ഗ്രാജുവലി. ഞാൻ വെല്ലെ എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ. ഇനി നമ്മുടെ രണ്ടാമത്തെ വേർഡാണ് വെരി സ്ലോലി. എന്താണ് നമ്മൾ പറയുക? വെരി സ്ലോലി. അത് നമ്മൾ പറയും സ്ലഗിഷ്. എന്താണ് സ്ലഗിഷ്? ഗ്രാജുവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലെ. പക്ഷേ സ്ലഗിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്ലോലി. ഞാൻ പറയാണ് യു ആർ സ്ലഗിഷ് എന്ന് വെച്ചാൽ നിങ്ങൾ വളരെ സ്ലോ ആണെന്ന് അർത്ഥം. യു ആർ സ്ലഗിഷ്. അടുത്താണ് വെരി ബിസി. നമ്മൾ പറയാറുണ്ട് ഐ ആം വെരി ബിസി, ഡോണ്ട് ഡിസ്റ്റർബ് മീ. എന്നെ ശല്യപ്പെടുത്തല്ലേ, ഐ ആം വെരി ബിസി. എന്ന് പറയാ സ്വാംഡ്. എന്ന് പറയാ സ്വാംഡ്. ഐ ആം വെരി ബിസി, ഐ ആം സ്വാംഡ്. ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ ആം സ്വാംഡ്. ഓക്കെ, ഡോണ്ട് കോൾ മീ ബിക്കോസ് ഐ ആം സ്വാംഡ്. എന്ന് പറയാ സ്വാംഡ്. സ്വാംഡ് എന്ന് പറഞ്ഞാൽ വെരി ബിസി എന്നർത്ഥം, വെരി ബിസി. ഇനി അടുത്ത വേർഡാണ് ഒബ്വിയസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ക്ലിയർ. എന്താണ് വെരി ക്ലിയർ? ഇറ്റ്സ് വെരി ക്ലിയർ. നമ്മൾ പറയാം ഇറ്റ്സ് ഒബ്വിയസ്. എന്താണ് ഇറ്റ്സ് ഒബ്വിയസ്? ഇത് വളരെ ക്ലിയർ ആണെന്ന് അർത്ഥം. അടുത്താണ് നമ്മൾ പറയാറുണ്ട് ഭയങ്കര തണുപ്പാണല്ലോ അല്ലേ, ഐ ആം ഫീലിംഗ് വെരി കോൾഡ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് പറയാം ഐ ആം ഫ്രീസിങ്. ദ വാട്ടർ ഈസ് വെരി കോൾഡ്. വെള്ളം ഭയങ്കര തണുപ്പാണ്. ദ വാട്ടർ ഈസ് ഫ്രീസിങ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അതാണ് വെരി ക്രൗഡഡ്. എന്ന് വെച്ചാൽ വളരെ എന്താണ് തിരക്കാണ്. ഓക്കെ, എന്ന് പറയാം ബസ്ലിംഗ്. ഞാൻ പറയാണ് ദ മാർക്കറ്റ് ഈസ് വെരി ക്രൗഡഡ്. മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ്. എന്ന് പറയാം ദ മാർക്കറ്റ് ഈസ് ബസ്ലിംഗ്. അടുത്താണ് വെരി ഡേഞ്ചറസ്. ദിസ് വർക്ക് ഈസ് വെരി ഡേഞ്ചറസ്. ഈ ഒരു വർക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ വെരി ഡേഞ്ചറസിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? പെരിലസ്. എന്താണ് പെരിലസ്? ദിസ് വർക്ക് ഈസ് പെരിലസ്. ഈ ഒരു വർക്ക് എന്താണ്? ഭയങ്കര ഡേഞ്ചറസ് ആണ്, പെരിലസ് ആണ്. ഇനി അടുത്താണ് വെരി ഫ്രണ്ട്ലി. എമിയബിൾ. എന്താ പറയുക? എമിയബിൾ. എന്താ പറയാം അവൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഹി ഈസ് വെരി ഫ്രണ്ട്ലി അല്ലേ. അതിന് പകരം പറയാം ഹി ഈസ് എമിയബിൾ. ഓക്കെ, ഈ ഒരു വേർഡിൻ്റെ കൂടെ വെരി ചേർക്കാൻ പാടില്ല. ഈ വേർഡ്സിൻ്റെ കൂടെ എന്ത് ചേർക്കാൻ പാടില്ല? വെരി ചേർക്കരുത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വെരി ഹോട്ട്. ഇന്ന് ഭയങ്കര ചൂടാണ്. ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ. നമുക്ക് പറയാം ഇറ്റ്സ് സ്കാൾഡിങ് ടുഡേ, അല്ലെങ്കിൽ ടുഡേ ഈസ് സ്കാൾഡിങ്. ഇന്ന് ഭയങ്കര ചൂടാണ്. ഈ ഞാൻ പറയാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മൾ പറയാറുണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് പകരം നമുക്ക് പറയാം ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്രൂഷ്യൽ. എന്താ പറയാ? ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്രൂഷ്യൽ. ഓക്കെ, ക്രൂഷ്യൽ. CRUCIAL, ക്രൂഷ്യൽ. ഇനി അടുത്താണ് 11. വെരി ടയേർഡ്. ഐ ആം വെരി ടയേർഡ്. നമുക്ക് പറയാം ഐ ആം എക്സോസ്റ്റഡ്. എന്താണ് എക്സോസ്റ്റഡ് ആണ്. ഓക്കെ, എക്സോസ്റ്റഡ്. ഐ ആം വെരി ടയേർഡ് എന്ന് പറയാതെ ഐ ആം എക്സോസ്റ്റഡ് എന്ന് പറയാം. ഇനി അടുത്താണ് വെരി ഹാപ്പി. നോട്ട് ഹാപ്പി, അൺഹാപ്പി. വെരി അൺഹാപ്പി. അവൻ വളരെ ദുഃഖിതനാണ്. ഹി ഈസ് വെരി അൺഹാപ്പി ടുഡേ. അതിന് പകരം നമുക്ക് പറയാം ഹി ഈസ് മിസറബിൾ ടുഡേ. എന്താണ് ഉച്ചാരണം? മിസറബിൾ. അടുത്താണ് വെരി ടേസ്റ്റി. ഈ ഒരു ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണ്, അല്ലെങ്കിൽ ഈ ഒരു മീൽ എന്താണ് ഭയങ്കര ടേസ്റ്റിയാണ്. പറയാം ദിസ് മീൽ ഈസ് ഡിലീഷ്യസ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഡിലീഷ്യസ് അല്ലേ, ഡിലീഷ്യസ്.
ക്ലിയർ? ഇനി അടുത്താണ് വെരി ഷൈ. വെരി ഷൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം, വളരെ നാണമുള്ള. വെരി ഷൈ, യു ആർ ഷൈ, യു ആർ വെരി ഷൈ എന്ന് പറയാം. യു ആർ ടിമിഡ്, യു ആർ ടിമിഡ്. അല്ലെങ്കിൽ ഹി ഈസ് ടിമിഡ്, ഷീ ഈസ് ടിമിഡ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അഡ്ജക്റ്റീവ് ആണ് എന്ന് മറക്കരുത്, എല്ലാം അഡ്ജക്റ്റീവ് ആണ്. ഇനിയാണ് വെരി സ്പെഷ്യൽ. യു ആർ വെരി സ്പെഷ്യൽ ഫോർ മീ, യു ആർ വെരി സ്പെഷ്യൽ ഫോർ മീ. എന്താ പറയാം? യു ആർ എക്സെപ്ഷണൽ ഫോർ മീ, യു ആർ എക്സെപ്ഷണൽ ഫോർ മീ. ഓക്കെ, ഇനി അടുത്താണ് വെരി പെർഫെക്റ്റ്. യു ആർ വെരി പെർഫെക്റ്റ്, യു ആർ എ വെരി പെർഫെക്റ്റ് മാൻ. അല്ലെങ്കിൽ യു ആർ വെരി പെർഫെക്റ്റ്, ഹി ഈസ് വെരി പെർഫെക്റ്റ്, ഷീ ഈസ് വെരി പെർഫെക്റ്റ്. അപ്പോൾ വെരി പെർഫെക്റ്റിന് പകരം നമുക്ക് ഉപയോഗിക്കാം എങ്ങനെ? ഫ്ലോലെസ്. യു ആർ ഫ്ലോലെസ്, ഹി ഈസ് ഫ്ലോലെസ്, ഐ ആം ഫ്ലോലെസ്. ഓക്കെ, ഫ്ലോലെസ് എന്ന് പറഞ്ഞാൽ വെരി പെർഫെക്റ്റ്. ഇനി അടുത്താണ് വെരി ലേസി. ആ ഭയങ്കര ലേസിയാണ്. ലേസി, മടിയൻ. എന്താണ്? മടിയൻ, ലേസി. അപ്പം മടിയെന്ന് നമുക്ക് പറയാം ഇൻടോലന്റ്. യു ആർ ഇൻടോലന്റ്, ഐ ആം ഇൻടോലന്റ്, ഐ ആം നോട്ട്. ഹി ഈസ് ഇൻടോലന്റ്, അവൻ ഭയങ്കര മടിയനാണ്. ഷീ ഈസ് ഇൻടോലന്റ്, അവൾ ഭയങ്കര മടിയനാണ്. ഇനി അടുത്താണ് വെരി വീക്ക്. വെരി വീക്ക്, ഫിസിക്കലി, ശാരീരികമായിട്ട് ഫിസിക്കലി നമ്മൾ വളരെ വീക്ക് ആണെങ്കിൽ നമ്മൾ പറയും ഫ്രെയിൽ എന്ന് പറയും. ഓക്കെ, ഓഹോ ഐ ആം ഫ്രെയിൽ ടുഡേ. അല്ലെങ്കിൽ എന്തിനേയും നമ്മൾ വീക്ക് പറയുകയാണെങ്കിൽ പറയാം ഫ്രെയിൽ എന്ന് പറയാം. ഫ്രെയിൽ എന്താണ്? ഫ്രെയിൽ. ദാറ്റ് ഈസ് ഫ്രെയിൽ, ഹി ഈസ് ഫ്രെയിൽ, യു ആർ ഫ്രെയിൽ. ഓക്കെ, അടുത്താണ് വെരി നീറ്റ്. വെരി നീറ്റ്, വളരെ നല്ലത്. വെരി നീറ്റ്, വളരെ നീറ്റാണ്. ഇമ്മാക്യുലേറ്റ് എന്താണ്? ഇമ്മാക്യുലേറ്റ്. ഇത് നല്ലൊരു വേർഡാണ്, ഇമ്മാക്യുലേറ്റ്. ഓക്കെ, സ്പോക്കൺ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ കഴിയും. ഇമ്മാക്യുലേറ്റ്. ഫോർ എക്സാമ്പിൾ, മൈ ഹാർട്ട് ഈസ് ഇമ്മാക്യുലേറ്റ്. എൻ്റെ ഹൃദയം എന്താണ്? വളരെ നീറ്റാണ്, ഇമ്മാക്യുലേറ്റ്. മഹാത്മാഗാന്ധീസ് ഹാർട്ട് ഈസ് ഇമ്മാക്യുലേറ്റ്, യുവർ ഹാർട്ട് ഈസ് ഇമ്മാക്യുലേറ്റ്. ഓക്കെ, ഇമ്മാക്യുലേറ്റ് എന്ന് പറയാം. ഇനിയാണ് വെരി വെറ്റ്. വെരി വെറ്റ് എന്ന് വളരെയധികം നനഞ്ഞ എന്നർത്ഥം, നനഞ്ഞ. ഓക്കെ, ഫോർ എക്സാമ്പിൾ മൈ ടീഷർട്ട് ഈസ് വെരി വെറ്റ്. എൻ്റെ ടീഷർട്ട് വളരെ നനഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൈ ടീഷർട്ട് ഈസ് വെരി വെറ്റ്. അപ്പോൾ വെരി വെറ്റിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? സോഫ്റ്റ്. മൈ ടീഷർട്ട് ഈസ് സോഫ്റ്റ്, ഹി ഈസ് സോഫ്റ്റ്, ദാറ്റ് ഈസ് സോഫ്റ്റ്. ഓക്കെ, സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നനഞ്ഞ എന്നർത്ഥം, വളരെ നനഞ്ഞ. ഓക്കെ ഫ്രണ്ട്സ്,